ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ, പേ ലേറ്റർ. തൃത്താലയിൽ എം.പി. രാജേഷിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് എഴുത്തുകാരൻ ബെന്യാമിൻ പരുതൂർ കൊടിക്കുന്നിൽ സംഘടിപ്പിച്ച സാംസ്കാരിക കൂട്ടായ്മയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടിക്കുന്ന് റെഡ് സ്റ്റാർ അങ്കണത്തിലാണ് ഒരു മഞ്ഞവെയിൽ സായാഹ്നം ബെന്യാമിനൊപ്പം എന്ന പേരിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചത്. സാഹിത്യം വളരുന്നതിൻ്റെ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ വളരുന്നതിൻ്റെ, പുതിയ കാലത്ത് കുട്ടികൾ ധാരാളമായി വായിക്കുന്നതിൻ്റെ ധാരാളം സൂചനകൾ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ സമൂഹത്തിൽ പലയിടങ്ങളിൽ, വിദ്യാലയങ്ങളിലും കലാലയങ്ങളിലും സാഹിത്യോത്സവങ്ങളിലും ഒക്കെ പോകുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് പലപ്പോഴും അനുഭവപ്പെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പറയാറുണ്ട്, പണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പുസ്തകം വിറ്റ് തീരുന്നത് ഏറിയാൽ 1000 കോപ്പിയോ 2000 കോപ്പിയോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്നത് 1,00,000 കോപ്പികളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്, പുതിയ കുട്ടികൾ അത് വായിക്കാൻ തയ്യാറാവുന്നുണ്ട്, വാങ്ങാൻ തയ്യാറാവുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്, നമ്മുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. പണ്ട് കാലത്ത് ഒരു പുസ്തകം വാങ്ങിക്കാൻ ഉള്ള ഒരു പവർ നമ്മുടെ എത്ര വീടുകൾക്കുണ്ടായിരുന്നു എന്ന ചോദ്യമുണ്ട്. അന്നൊക്കെ നമ്മൾ ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയോ പരസ്പരം പങ്കുവെക്കുകയൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് പ്രിയപ്പെട്ട ഒരു പുസ്തകം സ്വന്തമാക്കാനും മാത്രമുള്ള മണി പവർ നമുക്കുള്ളത് കൊണ്ട് കൂടിയാണ് യഥാർത്ഥത്തിൽ കുട്ടികളൊക്കെ അത്തരത്തിൽ വായിക്കുകയും പുസ്തകങ്ങൾ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങളെയും ചേർത്ത് പിടിച്ച സർക്കാരാണിത്. വികസന തുടർച്ചയ്ക്കായി വീണ്ടും ഇവരെ തെരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണെന്നും ബെന്യാമിൻ പറഞ്ഞു. KC അലി ഇക്ബാൽ, ഡോക്ടർ PV രാമൻകുട്ടി, അഡ്വക്കേറ്റ് നിഷ വിജയകുമാർ, പ്രൊഫസർ P ഗംഗാധരൻ, PK ചെല്ലിക്കുട്ടി, T സുധാകരൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ചന്ദ്രശേഖരന്റെ കവിതാലാപനവുമുണ്ടായി. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.